ഹലോ ഗൈസ്, നമുക്കിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതിൽ ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അത് ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. പ്രൊഹിബിറ്റ്സ് ദി ഇൻഇക്വാലിറ്റി ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്, റേസ് ആൻഡ് ജെൻഡർ. ഇറ്റ് എൻഷ്യൂർസ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ സിറ്റിസൺസ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ എല്ലാവരും തുല്യരാണ്. അതായത് കാസ്റ്റിൻ്റെ പേരിലോ റിലീജിയൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ജെൻഡറിൻ്റെ പേരിലോ ഒന്നും ആരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമ്മുടെ രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ഇത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്: ആർ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് അവർ കൺട്രി, freedom to practice any profession, freedom to reside in any part of the country. However, these rights have their own restrictions. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൈറ്റ്സിനെ പറ്റി നിങ്ങൾ അവെയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് കരുതി നമുക്ക് എന്തും സംസാരിക്കാമെന്നല്ല. അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമുക്ക് എക്സ്പ്രഷൻ, അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഫേസ്ബുക്കിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്തില്ലേ, അതൊക്കെ നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്തും ചെയ്യാമെന്നൊരു ലേബലില്ല. അതായത് അതിനൊക്കെ അതിൻ്റേതായ ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ മൂന്നാമത്തെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്: കണ്ടംസ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ചൈൽഡ് ലേബർ, ഫോഴ്സ്ഡ് ലേബർ മേക്കിംഗ് ഇറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ ബൈ ലോ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ചൂഷണങ്ങളെ തടയാൻ വേണ്ടിയുള്ള ഒരു റൈറ്റാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ ശമ്പളമില്ലാതെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതുപോലെ സർക്കാരുകളും അതുപോലെ ശമ്പളമില്ലാതെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതുപോലെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളില്ലേ, 14 വയസ്സൊക്കെ ഉള്ള ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ, അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു റൈറ്റാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ നാലാമത്തെ റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇത് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഗ്യാരണ്ടീസ് റിലീജിയസ് ഫ്രീഡം ആൻഡ് എൻഷ്യൂർസ് സെക്യുലർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഓൾ പീപ്പിൾ ഹാവ് ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് റൈറ്റ് ടു പ്രീച്ച്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ ഓഫ് ദെയർ ചോയ്സ്. എന്ന് വെച്ചാൽ ഇപ്പം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇന്ത്യയെ നോക്കുമ്പോഴത്തേക്കിനും ഒരുപാട് റിലീജിയന് തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അവരുടേതായ റിലീജിയന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഫ്രീഡമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൊടുക്കുന്നത്. നമ്മുടെ അഞ്ചാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ഇത് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്: കൾച്ചറൽ റൈറ്റ്സ് പ്രൊട്ടക്ട്സ് ദി റൈറ്റ്സ് ഓഫ് കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ബൈ ഇനേബിളിംഗ് ദം ടു കൺസേർവ് ദെയർ ഹെറിറ്റേജ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ദം എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എൻഷ്യൂർ എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ എക്സെട്ര. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏതൊരു വിഭാഗമായിക്കോട്ടെ അവർക്ക് എഡ്യൂക്കേഷനും അതുപോലെ അവരുടെ കൾച്ചറൽ റൈറ്റ്സ് സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു റൈറ്റാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആറാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്: എംപവേഴ്സ് ദി സിറ്റിസൺ ടു മൂവ് ടു എ കോർട്ട് ഓഫ് ലോ ഇൻ കേസ് ഓഫ്
എനി ഡിനയൽ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഇപ്പം മുകളിൽ പറഞ്ഞ 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, ഇതിലേതേലും ഒന്ന് നമ്മുടെ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് ചിലപ്പം നമ്മുടെ ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും വഴിയാകാം. ആരെങ്കിലും നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്താൽ നമുക്ക് നേരെ ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ സമീപിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.